ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരോ ഈ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരോ മാത്രമല്ല ഇതിൽ അഭിപ്രായം പറയേണ്ടത്. നമ്മുടെ പെരുന്നയിൽ ജി സുകുമാരൻ നായർ എന്നൊരാളുണ്ട്. ഞാൻ മാത്രമല്ല, സർക്കാരിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളോടെല്ലാം പിന്തുണ പ്രഖ്യാപിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതിനിധിയെ വിട്ടതിന് ശേഷം അദ്ദേഹം അവിടെ ഇരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ അഭിപ്രായം പറയണം. ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തിരുത്തി പറയാനായിട്ട് തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് പറയണം. ഞാൻ ഒരിക്കലും പറയില്ല, ശിവനാണ് സത്യം. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്ന മറ്റൊരാൾ കണിച്ചുകുളങ്ങരയിലുണ്ടല്ലോ. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയണം. എല്ലാരും വിളിച്ചു മുമ്പ് പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമല്ലല്ലോ, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലല്ല എന്നും അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് നിലവിൽ ഈ സംവിധാനത്തിനോടൊക്കെ തന്നെ ഒരു താല്പര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സർവ്വ മംഗളങ്ങളും നേർന്നുകൊണ്ട് പ്രതിനിധികളെ വിടുകയും നേരിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാമുദായിക നേതാക്കന്മാരല്ലേ. എന്താ മിണ്ടാത്തെ? എന്തിനാ ഇവർ വായിൽ വെള്ളം ഒഴിച്ചോണ്ട് ഈ പെരുന്നേലും കണിച്ചുകുളങ്ങരയിൽ ഇരിക്കുന്നത്? വർത്താനം പറയുന്നേ. നായന്മാരും ഈഴവരും ഭക്തരായിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കുക, നിങ്ങളോട് നിങ്ങൾ പറ, ഒന്നും അല്ലെങ്കിൽ ഇത് 916 ഗോൾഡ് ആണെന്ന് നിങ്ങൾ സർട്ടിഫൈ ചെയ്യലെങ്കിൽ ചെയ്യും. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. എങ്കിൽ സർക്കാരിന് ഒരു പിന്തുണ നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ നടന്നത് തട്ടിപ്പാണെന്ന് പറയണം. ഈ 2019-ലും 2025-ലും നടന്നിരിക്കുന്ന ശുദ്ധ തട്ടിപ്പും തെമാടിത്തവുമാണെന്ന് പറയണം. സാമ്പത്തിക തട്ടിപ്പും ഭക്തി കച്ചവടവുമാണെന്ന് പറയണം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല